اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعوهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعواهم والحمد لله رب العالمين. آمين 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 يا رب العالمين. تقبل الله يا رب العالمين. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരുടെയും ഒരുമിച്ച് കൂടെ സ്വീകരിക്കുമാറാകട്ടെ. സ്വാലിഹായ അമലുകൾ കൂട്ടത്തിൽ അള്ളാഹു ഇതിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒറ്റയ്ക്കും കൂട്ടായി നമ്മൾ ഓരോരുത്തരും ചെയ്ത മുഴുവൻ ഇബാദത്തുകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വിശിഷ്യ നാം ഓരോരുത്തരും ഈ സ്ഥാപനത്തിൽ ഈ ചാരിറ്റി വില്ലേജിലായി ഇന്നേ വരെ നിർവഹിച്ച എന്തെല്ലാം മഴമാര് സ്വാലിഹാത്തുകളുണ്ടോ അതിനൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ എല്ലാം മഴന്ന് ഫദ്ല് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മളോട് എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ അവരുടെ മുഴുവൻ ഹലാലായ മുറാദുകൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. വിശിഷ്യ ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയ്യത്തുമായി വന്ന 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ പ്രത്യേകം ദുആ ചെയ്ത ഈ സ്ഥാപനത്തിന്റെ വേണ്ടപ്പെട്ട സ്നേഹിതനും സഹകാരിയുമായിരുന്ന മർഹൂം ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സാഹിബ് തിരുവല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളവരുമൊക്കെയായി സമൂഹത്തിലെ ശ്രദ്ധേയമായ ചികിത്സാ സേവന രംഗത്ത് സജീവമായിരുന്ന നമ്മുടെ സ്ഥാപനത്തിലൊക്കെ വർഷങ്ങളായി സഹായിച്ചു കൊണ്ടിരുന്ന, പലപ്പോഴും അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള, അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ കഴിയുന്ന ഷീബ, സജീവ് 2 സഹോദരങ്ങളുടെ ബന്ധുവുമൊക്കെയായ മർഹൂം ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സാഹിബ് അള്ളാഹുവിലേക്ക് യാത്രയായിട്ട് കുറഞ്ഞ ദിവസങ്ങളായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരലോക മോക്ഷത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി ഡോക്ടറുടെ പ്രിയതമയും ഭാര്യയും മകളും ഒക്കെ പല സഹായങ്ങളും അൽഹംദുലില്ലാഹ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പല കാര്യങ്ങളും ചെയ്തു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ സദഖയെ നിയ്യത്തിനെ സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ദുനിയാവിലും ആഖിറവും അല്ലാഹു അവർക്ക് ബറക്കത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഡോക്ടർ സാഹിബിന്റെ പരലോക ജീവിതം അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരോടൊപ്പം അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഡോക്ടറുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധു, നമ്മുടെ സ്ഥാപനത്തിൽ ആദ്യമായിട്ടെത്തി കുടുംബത്തിനെയൊക്കെ പരിചയപ്പെടാൻ കാരണക്കാരിയായ ബഹുമാന്യായ ഡോക്ടർ സഫൂറ ബീവി, അവരുടെ കുടുംബം, ഭർത്താവ്, വേണ്ടപ്പെട്ടവർ ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അള്ളാഹുരുടെ സേവനത്തിന് കർമ്മങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിയ്യത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ കുടുംബം ഓരോരുത്തരും എന്തെല്ലാം നിയ്യത്തുകൾ ചെയ്ത് ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തോ
എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ദുആകളിൽ അല്ലാഹു ഇവരെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ പരലോകം അല്ലാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസീയത്ത് ചെയ്തിട്ടുള്ള സുനില എന്ന സഹോദരി കല്ലമ്പലം, അവരുടെ മനസ്സിലെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളെയും അല്ലാഹു നടപ്പിലാക്കി കൊടുക്കുമാറാകട്ടെ. നിയ്യത്തുകൾ അല്ലാഹു വിജയകരമായി പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. കുറ്ററ ജമീല ബിവി എന്ന സഹോദരി ക്യാൻസർ രോഗത്തിന് ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്. ടെസ്റ്റ് നെഗറ്റീവ് ആവാനും പൂർണ്ണമായ ആരോഗ്യത്തിനും വേണ്ടി ദുആ ചെയ്യണം. തഖബ്ബലല്ലാഹു, അല്ലാഹു സ്വീകരിക്കട്ടെ. കാരുണ്യവാനായ റഹ്മാനായ റബ്ബേ, നിന്റെ മഹദും ഫദ്ലും കൊണ്ട് ആ സഹോദരിയുടെ ആശങ്കയെ നീ പരിഹരിക്കണം റഹ്മാനെ. അവരാശങ്കപ്പെടുന്ന ഒരു രോഗാവസ്ഥകളുടെ ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല റാഹത്തായ ആരോഗ്യത്തിലേക്ക് അല്ലാഹു നീ എത്തിച്ചു കൊടുക്കണം. പടച്ചവനെ, ഇവിടെ നിയ്യത്തിനെ നീ പരിപൂർണമായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. ആരോഗ്യത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ വീണ്ടും ഈ മജ്ലിസിൽ വന്ന് ആ സന്തോഷം അറിയിക്കാൻ അല്ലാഹു അവർക്ക് അവസരം കൊടുക്കട്ടെ. ഷിഫ്ന തൃശ്ശൂർ മരണപ്പെട്ടു പോയവരുടെ പിതാവ് അലി സാഹിബിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. കുടുംബത്തിൽ ബറക്കത്തിനും ശരീരസുഖത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു ആ പിതാവിന് പുറത്തു കൊടുക്കട്ടെ, സ്വർഗം നസീബാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാൽ അല്ലാഹു ആ സഹോദരനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ കുടുംബത്തിന്റെ എല്ലാവിധ ഖൈറു ബറക്കാത്തുകൾ ഐശ്വര്യങ്ങൾ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ഇവിടെ നിയത്ത് ചെയ്ത വിഷയങ്ങളൊക്കെ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ആറ്റിങ്ങൽ മുഹമ്മദ് ഷാജു എന്ന സഹോദരൻ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ഷാനവാസ് സാഹിബിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. 25 വർഷമാവുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു. കാരുണ്യവനായ റബ്ബ് ആ സഹോദരനെ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം അല്ലാഹു പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. ആ സഹോദരന് വേണ്ടി ഇപ്പോഴും ദുആ വസിയത്ത് ചെയ്ത ഈ സഹോദരങ്ങൾ, ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ഇവിടെ നിയ്യത്തിനെ അല്ലാഹു പരിപൂർണമായിട്ടും കബൂൽ ചെയ്യുമാറാകട്ടെ. കൈതോട് നൂറ എന്ന സഹോദരി, അവരുടെ ഭർത്താവ് നിഷാന് എത്രയും വേഗം ഹൈറായൊരു ജോലി ലഭിക്കാനും, അതുപോലെ ഗർഭിണിയാണ്, സ്വാലിഹത്തായ ആരോഗ്യമുള്ള ഒരു സന്താനത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഏറ്റവും ഹൈറായ സന്തോഷവും സംതൃപ്തമായ ജോലിയിലേക്ക് ആ സഹോദരൻ അല്ലാഹു എത്രയും വേഗം എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ പ്രസവിക്കുവാൻ, ആ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കാനുള്ള എല്ലാ സന്തോഷ വഴികളും അല്ലാഹു ആ സഹോദരിക്ക് തുറന്നു കൊടുക്കട്ടെ. അതുപോലെ തന്നെ സുജിത കന്യാകുളങ്ങര സൗജ ബീവി എന്ന മാതാവ്, കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ നിഅമാത്തുകളും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ഏതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞു ഇതുപോലെ നമ്മളോട് ദുആ വസിയത്ത് ചെയ്ത് ആരെല്ലാം ഉണ്ടോ അവരുടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളും അഭിലാഷങ്ങൾ അല്ലാഹു നിറവേറ്റട്ടെ. എല്ലാ ഖൈറും ബറക്കാത്തും അവർക്കും നമുക്കും ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات والعقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وولدنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. أرحم الرحيم يا ദയാലുവായ അല്ലാഹ്, സ്നേഹനിധിയായ കരുണാവാരിധിയായ റഹ്മാനേ,
ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആനിനെ നീ കബൂലാക്കണം അല്ലാ. ഞങ്ങളുടെ അദ്കാർ, സ്വലാത്ത്, സലാം, തസ്ബീഹാത്തുകളെ സ്വീകരിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, എന്തെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തത്, അതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ സദഖാത്തുകളെ കബൂലാക്കണേ അല്ലാ. സകാത്തിനെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, എന്തെല്ലാം നിയാത്തുകളുമായി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത് വന്നവരാരെല്ലാം ഉണ്ടോ, അവർ ഓരോ വ്യക്തിത്വങ്ങളുടെ മനസ്സിന്റെ മുറാദുകൾ അറിയുന്ന അല്ലാ. ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ വിട്ടുപോകാതെ നീ സഫലമാക്കണേ അല്ലാ. രോഗികളായി വന്നവരുടെ രോഗങ്ങളെ മാറ്റണം അല്ലാ. രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ വസിയത്ത് ചെയ്ത് ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, ശാരീരികമായി, മാനസികമായി, ആന്തരികമായി, ബാഹ്യമായി അവരനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാ. ആഫിയത്തോടെ, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. ഖൈറും ബറകാത്തുകളും നൽകണേ അല്ലാ. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. പടച്ച റബ്ബേ, മറ്റെന്തെല്ലാം നിയാത്തുകളുമായി ആരെല്ലാം ദുആ വസിയത്ത് ചെയ്ത ഒന്നുപോലും നഷ്ടപ്പെടുത്തല്ല അല്ലാ. പ്രവാസ ലോകത്തിന്റെ വിവിധ കോണുകളിലായി വിവിധങ്ങളായ മേഖലകളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ, വിവിധ ഉപജീവന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ, അവർക്കെല്ലാവർക്കും നീ ഐശ്വര്യവും ബറക്കത്തും നീ റഹ്മത്തും നൽകണം അല്ലാ. അവിടെ കച്ചവടങ്ങളിലെല്ലാം നീ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഹൈറായ അനുയോജ്യമായ ജോലി എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, വരുമാന മാർഗങ്ങൾ നിലച്ചുപോയവരുടെ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, നമ്മളെ വിട്ടുപിരിഞ്ഞ് നിന്നിലേക്ക് വന്ന് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരായ ഖബറാളികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, വേണ്ടപ്പെട്ടവർ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായി മറക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളായിട്ടുണ്ടോ, ഞങ്ങളെല്ലാവരെക്കാളും കൃത്യവും വ്യക്തമായി അറിയുന്ന അല്ലാ, അതൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, റഹ്മാനായ റബ്ബേ, റഹീമായ നാഥാ, മറ്റെന്തെല്ലാം തരത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടൊക്കെ നീ സ്വീകരിക്കണം അല്ലാ. നിന്നിലേക്ക് വന്ന വേണ്ടപ്പെട്ടവരുടെ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കണം അല്ലാ. സ്വർഗീയ ആരാമങ്ങളിൽ പെടുത്തണം അല്ലാ. വിശിഷ്യ മരണപ്പെട്ട് നിന്നിലേക്ക് വന്ന ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സാർ ഉൾപ്പെടെ ആരെല്ലാം നിന്റെ മുമ്പിലാണോ ഇന്ന് കഴിയുന്നത്, അവർ ഓരോ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി കുടുംബാദികൾ, വേണ്ടപ്പെട്ടവർ ദുആ ചെയ്യാൻ പറഞ്ഞ ആ ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ നന്മകളെയും അറിയുന്ന അല്ലാ. ഒരൽപ്പം പോലും നഷ്ടപ്പെടുത്തല്ല റബ്ബേ. നീ പരിപൂർണ പ്രതിഫലം നൽകണം അല്ലാ. അല്ലാഹുവേ, ആ ഖബറുകളെ നീ കണ്ണെത്താ ദൂരം വിശാലമാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ കവാടങ്ങൾ ആ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാ. നീ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹായികൾ, സഹോദരങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, വേണ്ടപ്പെട്ടവർ, അവരെവിടെയെല്ലാം ഏതെല്ലാം ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നോ, പടച്ചവനെ, അവരുടെ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കണം അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളോടൊപ്പം സന്തോഷകരമായ പരലോക ജീവിതം നയിക്കാൻ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സ്ഥാപനം, ഈ ചാരിറ്റി വില്ലേജിന്റെ ഇന്നേ വരെയുള്ള പ്രവർത്തന പാതയിൽ മനസ്സാ വാചാ കർമ്മണ, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി വിവിധങ്ങളായ രൂപത്തിലൂടെ ഇതിനെ സഹായിച്ചവരുണ്ട് റബ്ബേ. ഇനിയും ഇതിന്റെ സഹകാരികളായി കഴിയുന്നവരുണ്ട് അല്ലാ. അടിയന്തരാവശ്യത്തോടെ, അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായ ആവശ്യങ്ങളുടെ നിർമ്മാണത്തിൽ വിവിധങ്ങളായ രൂപത്തിൽ സഹകാരികളായവരുണ്ട് അല്ലാ. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ജാരിയായ സദഖകളോടൊപ്പം ഈ നിർമ്മിതികളെല്ലാം നിലനിൽക്കുമ്പോളം കാലം അതിന്റെ പ്രതിഫലം അവരുടെ ആത്മീയ ഖബർ ജീവിതത്തിൽ നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. അവരുടെ പരലോക ജീവിതത്തിൽ നീ പ്രകാശത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകണേ അല്ലാ. അവരുടെ ആത്മീയ ജീവിതത്തിൽ നന്മത്തിന്മയുടെ ത്രാസിന് നീ ഭാരം അധികരിപ്പിക്കാൻ ഈ സദഖാത്തുകളെ നീ കാരണമാക്കി കൊടുക്കണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ
بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع